ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം. എന്നാൽ നമ്മളിൽ ആരും തൻ്റെ മകളെ ഒരു ബെന്യാമീനിനു ഭാര്യയെ കൊടുക്കരുതെന്ന് ഇസ്രായേലിയർ മിസ്പയിൽ വച്ച് ശപഥം ചെയ്തിരുന്നു. ആകയാൽ ജനം ബേഥേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യവരെ ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പിറ്റേന്നാൾ ജനം അതികാലത്ത് എഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നവർ ഉഗ്രശപഥം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരെ ബെന്യാമീനരെ കുറിച്ച് അനുതപിച്ചു. ഇന്ന് ഇസ്രായേലിൽ നിന്നൊരു ഗോത്രം അറ്റുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുതെന്ന് നാം യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്തു ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പയിൽ യഹോവയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്നവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിലെ യാബേഷിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു. ജനത്തെ എണ്ണി നോക്കിയേറെ ഗിലെയാദിലെ യാബേഷ് നിവാസികൾ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു. അപ്പോൾ സഭ പരാക്രമശാലികളെ 12,000 പേരെ അവിടേക്ക് അയച്ച് അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ചെന്ന് ഗിലെയാദിലെ യാബേഷ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലുവിൻ. അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇവണ്ണം: സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം. അങ്ങനെ ചെയ്തതിൽ ഗിലെയാദിലെ യാബേഷ് നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി ശയിച്ച് പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത 400 കന്യകമാരെ കണ്ടെത്തി അവരെ കനാൻ ദേശത്തിലെ ശീലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. സർവ്വസഭയും റിമ്മോൻ പാറയിലെ ബെന്യാമീനരോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു. അപ്പോൾ ബെന്യാമീന്യർ മടങ്ങി വന്നു. ഗിലെയാദിലെ യാബേഷിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു. അവർക്ക് അവരെ കൊണ്ട് തികഞ്ഞില്ല. യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കൊണ്ട് ജനം ബെന്യാമീന്യരെ കുറിച്ച് ദുഃഖിച്ചു. ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതിന് നാം എന്തു ചെയ്യേണ്ടു? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു. ഇസ്രായേലിൽ നിന്നൊരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമീനിൽ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം. എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ. ബെന്യാമീന്യർക്ക് സ്ത്രീയെ കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഇസ്രായേൽ മക്കൾ ശപഥം ചെയ്തിരിക്കുന്നുവല്ലോ എന്നും അവർ പറഞ്ഞു. അപ്പോൾ അവർ ബേഥേലിനു വടക്കും ബേഥേലിൽ നിന്ന് ശെഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലബാനോയ്ക്ക് തെക്കും ശീലോവിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആകയാൽ അവർ ബെന്യാമീന്യരോട്, നിങ്ങൾ ചെന്ന് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിപ്പീൻ. ശീലോവിലെ കന്യകമാർ നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തൻ ശീലോവിലെ കന്യകമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമീൻ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട് അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവീൻ. നാം പടയിൽ അവർക്ക് എല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നില്ല. നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊള്ളാം. ബെന്യാമീന്യർ അങ്ങനെ ചെയ്തു. നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിനൊത്തോണം പിടിച്ചു. തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്ന് പട്ടണങ്ങളെ വീണ്ടും പണിത് അവയിൽ പാർത്തു. ഇസ്രായേൽ മക്കൾ ആ കാലത്ത് അവിടം വിട്ട് ഓരോരുത്തൻ താന്താൻ്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി. അങ്ങനെ അവർ അവിടം വിട്ട് ഓരോരുത്തൻ താന്താൻ്റെ അവകാശത്തിലേക്ക് ചെന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു.